ഇൻ്റർവ്യൂ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസത്തേക്ക് എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. മാക്സിമം മാർക്ക് അവർ തരുന്നത് ഇൻ്റർവ്യൂ ബോർഡ് നമുക്ക് 14 മാർക്കാണ് അവർ തരിക. അപ്പം ആ ഒരു മാക്സിമത്തിലേക്ക് 14ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുള്ള പോലെ യാതൊരു എക്സ്പീരിയൻസും നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് ലഭിക്കില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്നും പഠിച്ച് കഴിഞ്ഞ UPSC ലിസ്റ്റിൽ 4ാം റാങ്ക് നേടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അനില ടീച്ചറെയാണ്. അനില ടീച്ചർ നമ്മുടെ സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നില്ല, നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിലെ അധ്യാപിക കൂടിയായിരുന്നു. ടീച്ചറുടെ ഇൻ്റർവ്യൂ അനുഭവങ്ങൾ ടീച്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ടീച്ചർ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ആദ്യം തന്നെ അശ്വതി ടീച്ചർക്ക് ഒരു താങ്ക്സ് പറയണം ആ ഒരു ഇൻട്രൊഡക്ഷന്. ഞാൻ എയിംസിൽ തന്നെ മുമ്പ് പഠിച്ചിരുന്നു, അതിനുശേഷം അവിടെ തന്നെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് UPSC ടീച്ചറായിട്ട്, അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ട് ഇപ്പം വർക്ക് ചെയ്തു വരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഗവൺമെൻറ് UP സ്കൂൾ പാർലിക്കാട്ടിലാണ് നിലവിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ UPSCക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ള എയിംസിന് തന്നെ എൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ എൻ്റെ ഇൻ്റർവ്യൂ അനുഭവങ്ങളും ഞാൻ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ UPSC എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുള്ള പോലെ യാതൊരു എക്സ്പീരിയൻസും നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന് ലഭിക്കില്ല. അതായത് നമ്മൾ വളരെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട, വളരെ കൂളായിട്ട് പെർഫോം ചെയ്യേണ്ട, നമ്മളുടെ ടാലൻറ്റ് പുറത്തെടുക്കേണ്ട ടീച്ചിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചിങ് ക്വാളിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സെഷനാണ് ശരിക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ ടെൻഷൻ അടിച്ചു പോയിട്ട് നമ്മളുടെ ടെൻഷനും കൊണ്ട് നമ്മൾ അതിനെ ഫ്ലോപ്പ് ആക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. എനിക്ക് ആദ്യം നിങ്ങൾക്കുള്ള പോലെ തന്നെയുള്ള ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇൻ്റർവ്യൂവിൽ ഒരു 8 മുതൽ 14 മാർക്ക് വരെയാണ് നമുക്ക് കിട്ടുക. മാക്സിമം മാർക്ക് അവർ തരുന്നത് ഇൻ്റർവ്യൂ ബോർഡ് നമുക്ക് 14 മാർക്കാണ് അവർ തരിക. അപ്പം ആ ഒരു മാക്സിമത്തിലേക്ക് 14ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം നമ്മുടെ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. പിന്നെ നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ എന്തായാലും അവിടെ പോകുമ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. ചിലവരോട് ക്ലാസ് എടുക്കാനായിട്ട് പറയില്ല, ചിലവരോട് ക്ലാസ് എടുക്കാനായിട്ട് പറയും. അപ്പം നമ്മൾ ക്ലാസ് ഏത് സബ്ജക്റ്റ് എന്നുള്ളതല്ല, എല്ലാ സബ്ജക്റ്റിലെയും നമ്മൾ ഓരോ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം UPSC എന്ന് പറയുമ്പോൾ നമ്മളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ UPയിലാവുമ്പോൾ മാത്സ് ക്ലാസ് എടുക്കേണ്ടി വരും, മലയാളം ക്ലാസ് എടുക്കേണ്ടി വരും, ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേണ്ടി വരും, സോഷ്യൽ ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഹിന്ദിയും സാൻസ്ക്രിറ്റും ഒഴിച്ച് ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഒരൊറ്റ സബ്ജക്റ്റ് ക്ലാസ് എടുക്കാൻ മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പോവരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് അവർ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ തയ്യാറായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിരുന്നു എല്ലാ സബ്ജക്ട്സിലെയും. എങ്കിലും അവരെന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരു സോഷ്യൽ സയൻസിലെ ഒരു ടോപ്പിക്കായിരുന്നു. അപ്പം ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ബോർഡിന് മുൻപിൽ പോയി നിന്നു. അവിടെ സോഷ്യൽ സയൻസ് നമ്മളെപ്പോഴും സബ്ജക്റ്റ് എഴുതണം. നമ്മൾ BEdനൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഫോമാറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സബ്ജക്റ്റ് എഴുതി അണ്ടർലൈൻ ചെയ്ത സമയത്താണ് അവരെന്നോട് പറയുന്നത്, അനിലയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലേ, അനില ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കൂ. സോ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവിടെ പോവുകയാണ്, ക്ലാസ് എടുക്കാൻ റെഡിയായി നമ്മളൊരു സബ്ജക്റ്റ് തുടങ്ങാൻ പോകുന്ന സമയത്താണ് അവർ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും അവിടെ നടക്കില്ല. അപ്പം ഞാൻ സാറോട് പറഞ്ഞു, അവിടെ ഇൻ്റർവ്യൂ ബോർഡിൽ 3 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു,
സാർ എനിക്ക് 1 മിനിറ്റ് സമയം വേണം എന്ന് പറഞ്ഞു. വെള്ളം കുടിച്ചു, ഒന്ന് റിലാക്സ് ചെയ്തു. എന്നതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ബോർഡിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം എൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള കുറേ ആളുകളോട് ക്ലാസ് എടുക്കാനായിട്ട് അവർ പറഞ്ഞില്ല. അപ്പം അവിടെ പോയാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ആയിരിക്കണം അവർ ക്ലാസ് എടുക്കാൻ പറയുക എന്നുള്ളതുമില്ല. അപ്പോൾ ഒരു സബ്ജക്റ്റ് എന്നുള്ളതിൽ എല്ലാ സബ്ജക്റ്റിലെയും ഒരു ടോപ്പിക് എന്നുള്ള നിലയിൽ എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മൾ ക്ലാസ് എടുക്കാൻ, അതായത് ഇപ്പോഴുള്ള ടീച്ചിങ് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ചിൽഡ്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും നോക്കി വെക്കണം. ഇനി അത് എങ്ങനെ നോക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സബ്ജക്റ്റിൽ തന്നെ മലയാളം പഠിക്കുകയാണെന്ന് വിചാരിക്കുക. മലയാളത്തിൻ്റെ എന്തായാലും ഒരു ടോപ്പിക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 6, 7 ക്ലാസ്സുകളിലെ എല്ലാ മലയാളം ടെക്സ്റ്റുകളും വാങ്ങിക്കുക. ആ ടെക്സ്റ്റിലെ തന്നെ ഓരോ പാഠഭാഗങ്ങളും എഴുതിയിട്ടുള്ള ആളുകൾ, നമ്മളുടെ ഓതേഴ്സിനെ എടുത്തിട്ട് അവരെഴുതിയിട്ടുള്ള താരാട്ട് പാട്ടുകളാവാം, അല്ലെങ്കിൽ അവരെഴുതിയിട്ടുള്ള സ്റ്റോറീസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. കാരണം GK പാർട്ടിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് മേ ബി നമ്മളുടെ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാവാം. അപ്പം അതിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ആ വ്യക്തി എഴുതിയിട്ടുള്ള താരാട്ടുപാട്ട് ഏതാണ്, അല്ലെങ്കിൽ കവിത ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ അടുത്ത് രചിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള, അത്തരത്തിലുള്ള ഓരോ വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മലയാളം എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഓരോ ക്ലാസ്സുകളുടെയും പഠന നേട്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നമുക്ക് എന്ത് ആക്ടിവിറ്റീസാണ് ചിൽഡ്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇപ്പം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോവേണ്ടതെങ്കിൽ അവർ ചോദിക്കും നമ്മളുടെ അടുത്ത്, നിങ്ങൾ എന്തൊക്കെ റീഡിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ ക്ലാസ്സിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ലേണിംഗ് ഒബ്ജക്റ്റീവാണ് നമ്മൾ, എന്താണ് അതിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, ഏത് മെത്തേഡിൽ കൂടെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടീച്ചിങ്, ആ ഒരു പെഡഗോഗിക് പാർട്ടൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മൾ എടുക്കുന്ന പാഠഭാഗത്തിൻ്റെ നന്നായിട്ട് നോക്കി വയ്ക്കാം. അതാണ് ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അത് വെച്ച് ക്ലാസ് എടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ക്ലാസ്സും പ്രിപ്പയർ ചെയ്യരുത്. അതായത് നമ്മളോട് അവിടെ പോകുന്ന സമയത്ത് അവർ ഏത് ടോപ്പിക്ക് വേണമെങ്കിലും അപ്പം ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു ലേണിംഗ് മെറ്റീരിയലും കൊണ്ട് പോവേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നമ്മൾ മൈക്രോ ടീച്ചിങ്ങിനൊക്കെ B.Ed നമ്മൾ TTC DLED പഠിക്കുന്ന സമയത്ത് മൈക്രോ ടീച്ചിങ് ഒരു ഏരിയ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ലെസണും എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആ ഒരു 5 to 10 മിനിറ്റ്സിന് ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു ക്ലാസ്സിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കും നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് അവർ അസസ് ചെയ്യുക. അപ്പോൾ ഓരോ ടോപ്പിക്കിനും നമ്മളിപ്പം ഈ ഒരു ലേണിംഗ് മെറ്റീരിയൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റണമെന്നില്ല. അതുപോലെ നിങ്ങൾ നോക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം മീഡിയാസും ടെക്നോളജീസൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന AI ടെക്നോളജീസ് ഉള്ള ഒരു സമയമാണ്. പല സ്കൂളുകളിലും നമുക്ക് AI ടീച്ചേഴ്സിന് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടീച്ചിങ് അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ച് എന്താണ്, അത്തരത്തിലുള്ള ടീച്ചിങ്ങിനോടുള്ള നമ്മളുടെ അപ്രോച്ച് എന്താണ്, എന്തൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, AI ടൂൾസുകൾ ഏതൊക്കെയാണ്, ഇപ്പം ChatGPT, Gemini അങ്ങനെയുള്ള പോലെയുള്ള ഈ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന AI ടെക്നോളജീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ ഏതൊരു ലെസൺ ആണെങ്കിലും ആ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്തരത്തിലുള്ള ടെക്നോളജീസാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക, അത് എങ്ങനെ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാം, അതിലൂടെ കുട്ടികൾക്ക് എന്തെല്ലാം പഠന നേട്ടങ്ങൾ ഉണ്ടാവുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി നോക്കി വെച്ചിട്ട് വേണം ഓരോ ലെസൺസും പ്രിപ്പയർ ചെയ്യാൻ. ഞാൻ പറഞ്ഞിരുന്നു ഓരോ സബ്ജക്റ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓരോ
സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക് എടുത്ത് അത് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്നുള്ള നമ്മൾ ആ മൈക്രോ ടീച്ചിങ്ങിന് പഠിച്ചിട്ടുള്ള രീതിയിൽ വളരെ ലേണർ സെൻറ്റർ ആയിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ. പക്ഷേ മറുപടികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആരും തന്നെ ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കോ ഒന്നും റിയാക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒന്നുമില്ല, പക്ഷേ കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കാൻ അവരിങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്നുള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡിൽ ആ ഒരു ഫസ്റ്റ് സെഷൻ അത് നന്നായിട്ട് കുട്ടികളിൽ നിന്ന് അവരുടെ പ്രീ റിക്വസിറ്റ് നോളേജ് നമ്മൾ അവരോട് ചോദിച്ചറിഞ്ഞ് അവർക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് അറിയാത്തൊരു കാര്യത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത്രമാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്നോട് ക്ലാസ് എടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അവർ ഏത് സബ്ജക്റ്റ് അവരോട് അങ്ങോട്ട് ചോദിക്കാം. നമ്മളോട് ക്ലാസ് എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റാണ് എടുക്കേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അവരോട് അവരുടെ ഒരു പ്രിഫറൻസ് എന്താണ്, നമ്മൾ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള ഒരു പ്രിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. അതിനുശേഷം നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് പോയാൽ മതി. അപ്പം നമ്മൾ ഏത് സബ്ജക്റ്റ് എടുക്കാനും വില്ലിങ് ആവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചു വയ്ക്കുക. കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുത്ത് ശീലിക്കുക. അവിടെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിലുള്ള മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ പെട്ടെന്നൊരു സബ്ജക്റ്റ് നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ടെൻഷനായി നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനായി പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസത്തേക്ക് എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമ്മൾ ഇൻ്റർവ്യൂ ദിവസം നമ്മളുടെ കിട്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ മെമ്മോയുമായിട്ടാണ് നമ്മൾ PSC ഓഫീസിലേക്ക് ചെല്ലുക. അപ്പം അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫോമുണ്ട്. ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫോമുണ്ട്. അപ്പോൾ അതിനകത്ത് അത് നമുക്ക് മുൻകൂട്ടി തന്നെ ഡൗൺലോഡ് ചെയ്ത് എഴുതി കൊണ്ടുപോകാവുന്നതാണ്. അവിടെ നിന്നും ഒരു ഫോം തരും. അപ്പോൾ നമ്മൾ അതിനകത്ത് എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലാണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. എന്തെഴുതും, അതെങ്ങനെയാണ് അവിടെ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെഴുതുകയാണെങ്കിലും അതെങ്ങനെയാണ് ടീച്ചിങ്ങിലേക്ക് ഗുണം ചെയ്യുക എന്ന് നിങ്ങൾ കരുതുന്നത് അതായിരിക്കും അവർ ചോദിക്കുന്ന കാര്യം. ഇപ്പം അതിൽ ഹോബീസ് എഴുതാനുണ്ട്, അംബീഷൻ എഴുതാനുണ്ട്, അതുപോലെ നമ്മുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എഴുതാനുണ്ട്, വീക്ക്നെസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എഴുതാനുള്ള ഒരു കോളം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എഴുതുന്ന ഓരോന്നും അത് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡിനെ ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും അവർ നമ്മളിലേക്ക് ചോദ്യം ചോദിക്കുക. ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള യാതൊരു ക്വസ്റ്റ്യൻസും അവർ ചോദിക്കണമെന്നുമില്ല. എൻ്റെ അടുത്ത് അവർ ഈ ഒരു നമ്മളുടെ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡാറ്റാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ അവർ ചോദിച്ചിരുന്നില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഹോബീസ് എഴുതുമ്പോൾ എല്ലാവരും പറയലുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ പല ഇൻ്റർവ്യൂസും ഈ ഇതിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എയിംസിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ക്ലാസ്സുകൾ കിട്ടിയിരുന്നു. അപ്പം അതിലൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു ഹോബീസ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എഴുതിയിരുന്ന ഒരു ഹോബി എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ആയിരുന്നു എഴുതിയിരുന്നത്. അതായത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുക, അതായത് ടീച്ചിങ്ങിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത്. ക്രാഫ്റ്റ് എന്നുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ഡെക്കറേറ്റഡ് ഐറ്റംസ് ഒക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു ടീച്ചിങ് മെറ്റീരിയൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. അത് നമുക്ക് അതിനോട് ചെയ്യാനൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതിക്കോളൂ. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണുക, അതിൽ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റും, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എല്ലാവരും എഴുതുന്ന ഒരു കാര്യം
കുക്കിംഗ്, ഗാർഡനിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ എന്തെഴുതുകയാണെങ്കിലും നിങ്ങളത് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക. കാരണം അതല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പം റീഡിങ് എന്നുള്ളത് ചുമ്മാ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. അവർ നമ്മളോട് ചോദിക്കും നിങ്ങളുടെ ഫേവറേറ്റ് ഓതർ ആരാണ്, അല്ലെ റൈറ്റർ ആരാണ്, അതിൽ അവരെഴുതിയിട്ടുള്ള ഏതൊക്കെ ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത കുറേ ബുക്സുകൾ ഉണ്ടാവാം, നമ്മൾ അറിയാത്ത കുറേ ബുക്സുകൾ അവർ എഴുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അല്ലെങ്കിൽ കറണ്ടായിട്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു റീഡിങ് ലവർ ആണെങ്കിൽ, നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും റീഡിങ് തന്നെ എഴുതിയാൽ മതിയാവും. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഹോബീസ് ഇല്ല എന്നുള്ള ആളുകളാണെങ്കിൽ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഹോബീസ് എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ടീച്ചിങ്ങിലേക്ക് നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹോബീസ് എഴുതുകയാണെങ്കിൽ, ഞാൻ ക്രാഫ്റ്റാണ് എഴുതിയിരുന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നമുക്കത് എങ്ങനെ ടീച്ചിങ്ങിലേക്ക് ഉപയോഗിക്കാം, ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ വേസ്റ്റൊക്കെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുക, അങ്ങനെ ഓരോന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചാൻസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതിയോട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ടീച്ചിങ്ങിനെ ആയിക്കോട്ടെ നമ്മളുടെ എൻവയോൺമെൻറ്റിനെ ആയിക്കോട്ടെ കൊണ്ടുപോകാൻ സാധിക്കുക, അതൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ പോസിറ്റീവ്സ് എഴുതുമ്പോഴും നെഗറ്റീവ്സ് എഴുതുമ്പോഴും അത് സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കും, നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആപ്റ്റിറ്റ്യൂഡിനെ ഒക്കെ എങ്ങനെ ബാധിക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ത് ചോദിച്ചാലും നമുക്കൊരു ഉത്തരം പറയാനായിട്ട് ഉണ്ടാവണം. ഇനി ഇപ്പം നമ്മളുടെ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മളുടെ അടുത്ത് ചോദിച്ചു നമുക്ക് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ, അറിയില്ല സാർ എനിക്കത് അറിയില്ല എന്നുള്ളത് തന്നെ പറയാനുള്ളൊരു മനോഭാവം കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ അല്ലെങ്കിൽ കുറേ ആളുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് തന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നു കറണ്ട് അഫെയേഴ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും. അന്ന് പേപ്പറിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നടന്നിട്ടുള്ള നമ്മളുടെ ഈ ഒരു പാനലിലിരിക്കുന്ന ആളുകൾക്ക് എന്താണോ അപ്പോൾ ഓർമ്മയിൽ വരുന്നത്, കറണ്ടായിട്ടുള്ള ഇഷ്യൂസിൽ എന്താണോ അവർക്ക് ഓർമ്മയിൽ വരുന്നത്, ആ കാര്യങ്ങൾ അവർ നമ്മളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേപ്പർ ഒന്ന് നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ കറണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ പുതിയ സ്കീമുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഇപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ട് ജസ്റ്റ് അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. ഇപ്പോഴുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, സ്കൂളിലുള്ള കുട്ടികളുടെ ചേഞ്ചസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എഴുതാനുള്ള ഒരു കോളുണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചിങ് എക്സ്പീരിയൻസ് എഴുതിയാലും ഇല്ലെങ്കിലും അത് നമ്മളുടെ ഈ ഒരു നമ്മളിപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും ഇല്ലെങ്കിലും അത് നമ്മളുടെ മാർക്കിനെയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനെയോ വലിയ കാര്യമായിട്ട്, ഇൻ്റർവ്യൂവിലെ മാർക്കിനെ കേട്ടോ, അതായത് മാർക്കിനെ ഒന്നും വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. കുറച്ച് പേര് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചോദിച്ചായിരുന്നു നമ്മളുടെ പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യണോ, അത്തരത്തിലുള്ളതൊക്കെ. അതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അവരവിടെ വാല്യൂ ചെയ്യില്ല. നമ്മളുടെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് എഴുതാം, ആ ഫോമിനകത്ത് എന്ത് ചെയ്യാം, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അവർ പോയ സമയം മുതൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ഞാൻ ഇൻ്റർവ്യൂയുടെ എൻ്റെ തൊട്ട് മുമ്പുള്ള ആളുകളൊക്കെ വളരെ ടെൻഷൻ അടിച്ചിട്ട് ആയിരുന്നു കയറിയിരുന്നതും, അവരിറങ്ങിയ സമയത്ത് പല ആളുകളും അയ്യോ എന്താണ് ചോദിച്ചത്, അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ഡിസ്കഷൻസ് അവിടെ നടക്കും. അപ്പം നമ്മൾ കയറുന്നതിന് മുൻപ് വലിയ ഡിസ്കഷൻസിനൊന്നും പോവാതെ നമ്മൾ അത്ര ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നല്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. നമ്മൾ അത്യാവശ്യം ക്ലാസ് എടുക്കാനുള്ളതും ആ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ഓക്കെ ആയിട്ട് അങ്ങോട്ട് കയറുക. ഇനി നമ്മൾ അവിടെ പോയി ഈ ബാക്കിയുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, കയറിയ ഉടനെ അവരോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഉള്ളൂർ എഴുതിയിട്ടുള്ള താരാട്ട് പാട്ട് ഏതാണ് എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ എന്താ ആലോചിക്കുക, എനിക്ക് താരാട്ട് പാട്ട് അറിയില്ല, ഞാൻ ഉള്ളൂരിനെ കുറിച്ചിട്ട് വായിച്ചിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും എന്തായി, ടെൻഷനായി തുടങ്ങും. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഡിസ്കഷനിലേക്ക് നിങ്ങൾ പോവണ്ട.
നിങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ ക്ലാസ് എടുക്കാൻ പ്രിപ്പയർ ആയിട്ട് പോവുക. നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നമ്മൾ അത് നോക്കുക. അല്ലാതെ പെട്ടെന്നൊരു കാര്യം കിട്ടി നമ്മൾ അതിനെക്കുറിച്ച് നോക്കി അങ്ങനെ ടെൻഷൻ അടിച്ച് ഹറിബറിയായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ പാനലിനകത്തേക്ക് ചെല്ലരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഞാൻ പോയിരുന്ന സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ടെൻഷൻസൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് പോവണ്ട, ഇൻ്റർവ്യൂ ബോർഡിനകത്തേക്ക് കയറണ്ട. ഇനി നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളോട് ഇരിക്കാൻ പറയും. എന്നിട്ട് നമ്മളെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല അടുത്തൊരാളോട് ചോദിക്കുക. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അവർക്ക് ചിലപ്പം സമയം ഒരാൾക്ക് ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ ഒരാൾക്ക് 15 മിനിറ്റ് എടുക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡിപ്പെൻസ് ആണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഹോബീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നില്ല. എൻ്റെ അടുത്ത് ചോദിച്ചത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അതായത് നമ്മുടെ പേഴ്സണൽ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഹസ്ബൻഡ് എന്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മെഡിക്കൽ ഫീൽഡിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പം മെഡിസിൻസ് നിങ്ങളപ്പം ഡോക്ടറെ കാണാതെ ഈ ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള മെഡിസിൻസ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു രോഗം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് അവരുടെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് എടുക്കുക. അല്ലാതെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മെഡിസിൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ആ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പം അത് അവരുടേതായിട്ടുള്ള നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരുടെ ക്യാമ്പിന് കൊടുക്കുന്നതും ഡോക്ടേഴ്സിന് കൊടുക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പം പിന്നീടാണ് നമുക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീച്ചേഴ്സ് അവർ പറയുന്നത്, അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് യൂസ് ചെയ്യുമോ, അത്തരത്തിലുള്ള നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചോദ്യമാണെങ്കിലും നമുക്ക് തോന്നുമായിരിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ, ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട് എവിടെയാണ്, അത്തരത്തിലുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രേ ചോദ്യമുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ ഓരോ ചോദ്യങ്ങളിലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ കയറി ചെന്ന ഉടനെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉൾപ്പെടെ എല്ലാം അവിടെ എന്താണ്, അസസിങ് ടൂൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ അസസ് ചെയ്യാൻ എടുക്കുന്ന ഓരോ ക്രൈറ്റീരിയ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെല്ലുക, കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുക. പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും അതേ രീതിയിൽ തന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെങ്ങനെ നെഗറ്റീവായിട്ട് നമുക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ ഉത്തരങ്ങൾ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ഇതേപോലെ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നത്, എൻ്റെ പേഴ്സണൽ അഡ്രസ്സും ഇപ്പം നിലവിലുള്ള അഡ്രസ്സും രണ്ടാണ്. വീട് എൻ്റെ പാലക്കാടും അവിടെ തൃശ്ശൂരുമാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പം 2 ജില്ലയിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അപ്പം അത് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സൊസൈറ്റീനെ മനസ്സിലാക്കുന്ന രീതി എന്താണ്, അത്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ മൈക്രോ ടീച്ചിങ്ങിന് നമ്മൾ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വളരെ നമ്മൾക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫേസോടുകൂടെ ബോർഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിലും ആ സബ്ജക്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ളത് എഴുതി അണ്ടർലൈൻ ചെയ്യുക. ലെജിബിൾ ആയിരിക്കണം. നമ്മൾ ബോർഡിൽ എഴുതുന്ന ഓരോ കാര്യങ്ങളും അക്ഷരത്തെറ്റ് കൂടാതെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു 5 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ ബോർഡിൽ വളരെ ചെറിയ കാര്യം മാത്രമായിരിക്കും എഴുതുന്നുണ്ടാവുക. പക്ഷേ എഴുതുന്ന ഓരോ വാക്കുകളും കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ അത് അവർ നോക്കുന്നത് എന്താ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബോർഡിൽ എഴുതുന്ന സ്റ്റൈലാണ് നോക്കുന്നത്. അപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ ആ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവണം. അപ്പോൾ വളരെ ഒരുപാട് വലുതായിട്ടല്ല, എന്നാൽ ഒരുപാട് ചെറുതായിട്ടല്ല. നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ബോർഡ് യൂസ് ചെയ്യേണ്ടത്, ബോർഡിൻ്റെ ഓരോ സൈഡിലും എന്തൊക്കെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ടൈറ്റിൽ എഴുതാൻ മറക്കരുത്.
മറക്കരുത്, സബ്ജക്റ്റ് എഴുതാൻ മറക്കരുത്, എഴുതുന്നത് ലെജിബിൾ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം മേ ബി ചോദിക്കുക. ഇനി അതല്ലാതെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഇപ്പോൾ GK ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു GK ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത്. മേ ബി അത് ചോദിക്കാം, ചോദിക്കാതിരിക്കാം, ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിറങ്ങിയ ആളുകളാണ്, നിങ്ങളിപ്പോൾ പഠിച്ച് നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ് എഴുതി പാസ്സായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരുവിധം കറണ്ട് അഫയേഴ്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം അതൊന്ന് റിഫ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഒന്ന് നന്നായിട്ട് എടുത്ത് ശീലിക്കുക. ഇപ്പം കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഈ AI ടീച്ചിങ് മെത്തേഡ്സ്, AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ബി കോൺഫിഡൻറ്റ്, നോട്ട് ഓവർ കോൺഫിഡൻറ്റ്. അതായത് ഓവർ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു എക്സാം എഴുതി പാസ്സായി നിങ്ങളിപ്പം ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് KTET എക്സാം എഴുതി, അത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ KTET എക്സാം ക്വാളിഫൈ ചെയ്തത്. അതേപോലെ തന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും പേരെ എഴുതിയിട്ടുള്ള ഒരു എക്സാമിൽ നിങ്ങൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടി നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ അടുത്ത സ്റ്റേജാണ് ഇൻ്റർവ്യൂ, അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ എക്സാംസ് ഒക്കെ പാസ്സായി വന്ന് എല്ലാവരെക്കാളും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമ്മളിലും ഉണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഇവിടെയും കാണിക്കുക. അപ്പം നന്നായി തന്നെ വളരെ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങളിൽ വിശ്വസിച്ച് ക്ലാസ് എടുക്കാൻ നന്നായിട്ട് പഠിച്ച് നല്ലതുപോലെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയി തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേ കണ്ടുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചെല്ലുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.